ഹായ് ഫ്രണ്ട്സ്, എം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ഏറെ നാളായി, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഇപ്പോൾ കുറച്ച് ചെടികളിൽ നമുക്ക് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ പാകിസ്ഥാനി മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതാണ്. ചെടിയുടെ സൈസ് ഇതുണ്ട്, ഇത്രയാണ് നമ്മുടെ ചെടിയുടെ സൈസ്. ഉണ്ടോ, നിറയെ പൂവും പിടിക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ വിശേഷം, ഇതിൻ്റെ ഇതെന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് റിവ്യൂ ഇടാം. നല്ല കൊലകൊലയായിട്ട് പിടിക്കുന്നുണ്ട്. കണ്ടോ, ഒരുപാട് പൂവൊക്കെ വരുന്നുണ്ട്. കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. എന്തായാലും നമുക്ക് ഇതിൻ്റെ വിശേഷം നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. നല്ല നീളമുള്ള ടൈപ്പ് മാങ്ങയാണെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ബാലി ജാമ്പയാണ്. നേരത്തെ നമ്മളെ വീഡിയോസിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈ ജാമ്പ ഇത്തിരി ടേസ്റ്റ് കുറവാണ്. ഇതുണ്ടോ, ഇനി കുറച്ചൊക്കെ നമുക്ക് കേടൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, മഴയത്തൊക്കെ നിന്ന് കേടായിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റൂ. പ്രത്യേകിച്ച് ഈ മഴ സീസണിൽ നമുക്ക് ജാമ്പയ്ക്കെല്ലാം നമുക്ക് ഇത്തിരി പൊതുവെ ടേസ്റ്റ് കുറവാണ്. ഇതുണ്ട്, കേടായൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഡൽഹി അരി ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട്. ജാമ്പകളിൽ നമുക്ക് പൊതുവെ നല്ലൊരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ J33 ആണ്. ഇപ്പം നട്ടിട്ട് കുറച്ച് മാസങ്ങളെ ആവുന്നുള്ളൂ. ഇപ്പം നല്ല ഉഷായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഇനം പ്ലാവാണിത്. ഹോം ഗ്രൗണ്ടാണ് മേടിച്ച് നട്ടത്. ബഡാണ്. 400 രൂപയ്ക്ക് അകത്ത് വരും. നല്ലൊരു വെറൈറ്റി, നമുക്ക് കൊമേഴ്ഷ്യലിയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചക്ക തന്നെയാണ് ഈ J33. ഇതാണ് നമ്മുടെ ചിന്നക്കുട്ടുറുവൻ. കാണാമോ? ഇതിൻ്റെ ഇതിനുണ്ട്. നമ്മുടെ ജാമ്പയ്ക്ക് കഴിക്കാൻ ഐസിന് വന്നതാണ്. നമ്മൾ തൂക്കി ഉണ്ടോ. ഫ്രണ്ട്സ്, ഈക്കൊല്ലോ നമ്മുടെ തേൻ വരിക്ക നിറച്ചും ചക്ക പിടിച്ചിട്ടുണ്ട്. വരിക്കയാണ് നമ്മുടെ തേൻ വരിക്ക. ഫ്രണ്ട്സ്, നമ്മുടെ കോട്ടർക്കോണം മാങ്ങയാണ്, ചെങ്കവരിക്ക എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ്. നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം ഒരു തിരക്കേടില്ലാതെ 10-20 മാങ്ങ ഈ മാവിൽ കായ്ച്ചു. ഇതുണ്ട്, നമ്മുടെ കരിവേപ്പിലയുടെ ഇടയിലും നിൽപ്പുണ്ട്. വേണ്ട, അത്യാവശ്യം പ്രാവശ്യം നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനിത് നേരത്തെ നമ്മളിതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലാക്ക് മാംഗോ ആണ്. നമ്മുടെ കാലാവസ്ഥയിൽ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കായ്ക്കാൻ ചാൻസ് കുറവാണെന്ന്. നമ്മുടെ തളിരൊക്കെ വേണ്ട ഈ കളറാണ്. വേണ്ട, ഞാനൊരു പരീക്ഷണാർത്ഥത്തിൽ ഒരുപാട് ഇനങ്ങൾ ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 9 വെറൈറ്റിയോളം പല ഇതിൻ്റെയും സേവനം എടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസമേ ആകത്തുള്ളൂ. എന്തായാലും നമുക്കിതിൻ്റെ റിസൾട്ട് വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതെന്തായാലും നമ്മളെ നാട്ടിൽ കഴിക്കാൻ ചാൻസ് കുറവില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ 2-3 ശിഖരങ്ങൾ വിട്ടിട്ട് നമുക്ക് ബാക്കി ഇതിലെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കാണിക്കും. ഫ്രണ്ട്സ്, നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ പ്ലാന്റാണ്. ഇത് നട്ടിട്ട് എങ്ങനെയായാലും ഒരു 8-9 വർഷമാവും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ആദ്യമായിട്ട് ഇതിൽ നമുക്ക് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 2 ഓറഞ്ച് പിടിച്ചിട്ടിട്ടുണ്ട്. ഒരെണ്ണം പൊഴിഞ്ഞു പോയി. അപ്പം നമ്മളെ ചെറിയ ഓറഞ്ച് അല്ല, ഇത് ഇച്ചിരി വലിപ്പം വരണതാണ്. അല്ല,
നമുക്കിതായി ഏകദേശം നമുക്ക് ഈ ഒരു സൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. അത് മഞ്ഞ അടിച്ച് വരുന്നേ ഉള്ളൂ. അല്ലേ അല്ലേ കുറേ നമ്മൾ വലിയൊരു മരമായിരുന്നു, ഇതിനെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മരത്തിൻ്റെ സൈസ്. ക്രോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഉറപ്പായിട്ടും പുളിയായിരിക്കും. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 2-3-4 പ്രാവശ്യമൊക്കെ കായ്ച്ചതിന് ശേഷം മധുരം വരുമെന്ന് പറയപ്പെടുന്നു. നമുക്കെന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വിളയുമ്പോൾ. എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഓറഞ്ച് കായ്ച്ചിരിക്കാൻ അതൊരു സന്തോഷ വാർത്തയാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി. ഇത്രയും ആയിട്ടുണ്ട് അല്ല, ഇത്രയായിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടിൻ്റെ സൈസ് ഇത്രയായിട്ടുണ്ട്. ഉടനെ തന്നെ ഇത് കായ്ക്കും. അടുത്ത വർഷം എന്തായാലും ഇത് കായ്ക്കും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മൽബറി. ഇത് വൈറ്റാണ്. ഇത് പഴുത്ത് വരുമ്പം റെഡ് കളർ ആകത്തില്ല, ഒരു ലൈറ്റ് മഞ്ഞയാവും. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. വേണ്ട ചെയ്യുന്നുണ്ടോ പഴുക്കാറാകുമ്പോൾ ഏകദേശം ഈ ഒരു മഞ്ഞ കളറാവും. ഇത് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വൈറ്റ് ഞാവൽ. ഇപ്രാവശ്യം നമുക്ക് കായ പിടിച്ചിട്ടുണ്ട്. ഒരു കാ പഴുത്തിപ്പുണ്ട്. പക്ഷേ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചപ്പം നല്ല വലിപ്പമുള്ള കാ പ്രതീക്ഷയാണ് മേടിച്ചത്. പക്ഷേ വൈറ്റ് ഞാവൽ പിടിക്കുന്ന കാ മാക്സിമം സൈസ് ഇതാ ഇത്രയേ വരുന്നുള്ളൂ. അതല്ലാതെയും കാ നിൽപ്പുണ്ട്, കാണാം. ഉണ്ടാ വേറെ കാ വരുന്നുണ്ട്. നമുക്ക് ഇത്ര സൈസിലാണ് നമുക്ക് പഴുത്ത് കിട്ടുന്നത്. കണ്ടോ, വൈറ്റ് ഞാവലൊന്ന് കഴിച്ച് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ വൈറ്റ് ഞാവൽ. ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കാം. ഇതാണ് ഇതിൻ്റെ കുരു. എത്ര സൈസുണ്ട്? അത്യാവശ്യം മധുരമുണ്ട്. പക്ഷേ സൈസ് വളരെ ചെറുതാണ്. ഈ വലിപ്പമൊക്കെ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ടെങ്കിലും വലിപ്പമില്ലെങ്കിൽ അതിൽ നമുക്ക് കാര്യമില്ലല്ലോ. അതേപോലെ നമ്മൾ റെഡ് ഞാവലും മേടിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല. ഫ്രണ്ട്സ്, നമ്മുടെ N18 റംബൂട്ടാൻ പൂവിട്ടിരിക്കുകയാണ്. അത്യാവശ്യം പൂ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് മലയൻ ചാമ്പയാണ്. ഇതും പൂ പിടിച്ചിട്ടുണ്ട്. E32 റംബൂട്ടാൻ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തിയതാണ്. അപ്പം പ്രാവശ്യം നമുക്ക് വളരെ ഹൈറ്റ് പോകാതെ തന്നെ റംബൂട്ടാനൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യണമെങ്കിൽ അടുത്ത സീസണിൽ കാ വളരെ കുറവായിരിക്കും. അതിന് ശേഷം നോർമലി നമുക്ക് അത്യാവശ്യം കാവ് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹൈറ്റ് പോകത്തില്ല. കാരണം നമുക്ക് ഇതിനുള്ളൊരു ഉപയോഗം. ഫ്രണ്ട്സ്, ആദ്യമായി നമ്മുടെ കേട്ടൻ നമുക്ക് റംബൂട്ടാൻ കാ പിടിച്ചത്. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ചെടി ഇത്രയുണ്ട് ഹൈറ്റ്. കായ്ക്ക് നല്ല വലിപ്പമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആദ്യമായിട്ട് കായ്ച്ചുകൊണ്ട് ഒരുപാട് കായൊന്നും കിട്ടിയിട്ടില്ല. ഒരു 5-6 പിടിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് പൂ നിൽപ്പുണ്ട്. ഇപ്രാവശ്യം നമുക്ക് റംബൂട്ടാൻ കേട്ടൻ കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, ഈ മാവ് കണ്ടിട്ട് ഏത് മാവായിട്ടാണ് തോന്നുന്നത്? എനിക്ക് നഴ്സറിക്കാർ തന്നതെന്ന് പറഞ്ഞാൽ കാലാപ്പാടി മാവെന്ന് പറഞ്ഞാണ് തന്നത്. പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ സെയിം കാലാപ്പാടി മാവിൻ്റെ ഇട്ട് തന്നെയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ കാലാപ്പാടി വരണം ബഡ് തൈ ബാഗിൽ മേടിച്ച് നട്ട് അത് കായ്ച്ച് കഴിക്കുകയും ചെയ്യും. നല്ല ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് കായ്ച്ചപ്പോൾ നല്ല ലേറ്റായി. പക്ഷേ ഇത് മാങ്ങ കായ്ച്ചപ്പോൾ കാലാപ്പാടിയല്ല. കണ്ട, ഇതിൻ്റെ ഇലയൊക്കെ സെയിം കാലാപ്പാടിയുടെയാണ്. പക്ഷേ ഇത് സുവർണ്ണരേഖ എന്ന് എനിക്ക് തോന്നുന്നു. നഴ്സറിക്കാർ എടുത്ത് തന്നത് മാറിപ്പോയാണെന്ന് തോന്നുന്നു.
സുവർണ്ണരേഖ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാങ്ങയാണിത്. എന്തോ നഴ്സറിക്കാർ മാറിയെടുത്ത് തന്നതായിരിക്കണം. ഞാൻ ഇത്രയും കാലം കണ്ട ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് കാലാപ്പാടിയാണെന്നാണ്. കണ്ടാ ഒരു മാങ്ങ ഉണ്ടായപ്പോഴാണ് എനിക്ക് ഡൗട്ട്. കണ്ടാ നമ്മുടെ നെറ്റിൻ്റെ അവിടെ ഒരു തടുപ്പ് പോലെ വന്നിരിക്കുന്നത്. അതായത് പഴുത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് നല്ല ചുവന്ന ഷെയ്ഡ് ഇവിടെ വരും. നിറയെ മാങ്ങ നിൽപ്പുണ്ട്. മേളിലാണ്. നമ്മളെ കാലാപ്പാടിയിൽ അത്ര മേന്മയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. മേളിൽ മാങ്ങ നിൽപ്പുണ്ട്. വേണ്ട വിളഞ്ഞ് വരുമ്പോൾ കുറച്ചുകൂടെ റെഡ് ഷെയ്ഡ് വരും. ഇപ്പം ചെറിയ റെഡ് ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സ്വർണ്ണരേഖയുടെ വേറൊരു പ്ലാന്റാണ്. കണ്ടോ, സെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 സ്വർണ്ണരേഖയും ഒരു കാലാപ്പാടിയും ഉണ്ട്. കണ്ടോ, സെയിം കാലാപ്പാടിയുടെ സെയിം ഇല തന്നെയാണ്. ഇത് ഉഷായിട്ട് വരികയും ചെയ്യും. ഫ്രണ്ട്സ്, ഇത് സ്വർണ്ണരേഖയുടെ ഇലയാണ്. ഇത് നമ്മുടെ കാലാപ്പാടിയും. കണ്ടോ, ഇതും എന്നിട്ടും വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. കണ്ടോ, ഇത് സ്വർണ്ണരേഖ, ഇത് കാലാപ്പാടി. കണ്ടോ 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 നമുക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.